നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ യുദ്ധം അതിൻ്റെ ഏറ്റവും പ്രസക്തമായ ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് കേരളത്തിലേക്ക് ഒരു വലിയ വിവാദം വന്ന് വീഴുന്നത്. ആ വന്ന് വീണ വിവാദം വന്യമൃഗമാണ്. അൻവർ ആദ്യം ഉയർത്തിയ ഇത് ചർച്ച വന്യമൃഗങ്ങളുടേതായിരുന്നു. അതിൽ ഇപ്പോൾ പെട്ടിരിക്കുന്ന AK ശശീന്ദ്രനാണ്. ആ കുട്ടി മരിച്ച സംഭവത്തിൽ, അതായത് മൃഗക്കണിയിൽ വീണ് കുട്ടി മരിച്ച സംഭവത്തിനകത്ത് ഗൂഢാലോചന ഉണ്ടെന്നാണ് ആദ്യം ശശീന്ദ്രൻ പറഞ്ഞത്. പിന്നീട് അത് പ്രതിപക്ഷത്തിൻ്റെ ഗൂഢാലോചന എന്നൊക്കെ പറഞ്ഞപ്പോൾ അതിൽ നിന്ന് തടി തപ്പാനാണ് ശശീന്ദ്രൻ ശ്രമിക്കുന്നത്. പക്ഷേ മുഖ്യമന്ത്രി അടക്കം പറഞ്ഞു കഴിഞ്ഞു പ്രതിപക്ഷത്തിന് ആയുധം കൊടുത്ത പോലെയായി പോയി മന്ത്രിയുടെ പ്രസ്താവനയെന്ന്. ഈ ഇലക്ഷനിൽ ഏറ്റവും അധികം ചർച്ചയാവുന്ന വിഷയം ഇതല്ലേ. ഒന്ന്, പശ്ചിമഘട്ടം തകർന്നിരിക്കുന്നു. പശ്ചിമഘട്ടം ഇടിഞ്ഞ് പൊളിഞ്ഞ് താഴേക്ക് വീഴുന്ന അവസ്ഥയിലാണ്. അവിടെ വലിയ പ്രശ്നങ്ങളുണ്ട്, ഗുരുതര പ്രശ്നങ്ങൾ, ദുരന്തങ്ങൾ മാടി മാടി കേരളത്തെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒന്നിന് പുറകെ ഒന്നായിട്ട്. അതിൻ്റെ കൂടെ വന്യമൃഗശല്യം രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നു. ഒന്നുകിൽ വന്യമൃഗത്തിന് വെക്കുന്ന കെണിയിൽ വീണ് മനുഷ്യൻ മരിക്കും, ഇല്ലെങ്കിൽ വന്യമൃഗത്തിൻ്റെ ആക്രമണത്തിൽ മരിക്കും. നിലമ്പൂർ ഇലക്ഷനിൽ ഇനി മൃഗങ്ങൾ വന്ന് വോട്ട് ചെയ്യുമോ എന്നുള്ളതാണ് ചോദ്യം. നിലമ്പൂർ ഇലക്ഷൻ എന്ന് പറയുന്നത് ഓരോ ദിവസവും സങ്കീർണമാവുകയും അതിന് പുതിയ പുതിയ രൂപങ്ങൾ ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നുള്ളത് ശരിയാണ്. പക്ഷേ ആത്യന്തികമായിട്ട് ഇലക്ഷൻ എന്ന് പറയുന്നത് അതൊരു രാഷ്ട്രീയ മത്സരമാണ്. ആ മത്സരത്തിൽ ആര് ജയിക്കും എന്നുള്ളത് യഥാർത്ഥത്തിൽ എല്ലാ ഇലക്ഷനെയും പോലെ ഈ ഇലക്ഷനിലും പ്രതിഫലിക്കും എന്നേ നമ്മൾ കണക്കാക്കേണ്ട ആവശ്യമുള്ളൂ. കാരണം ഇതെല്ലാം കോലാഹലങ്ങൾ മാത്രമാണ്. തെരഞ്ഞെടുപ്പിൽ ആര് ജയിക്കും എന്നുള്ളത് അവിടെ UDFനും LDFനും അതുപോലെ BJPക്കും പിന്നെ സ്വതന്ത്രമായി നിൽക്കുന്നതായിട്ടുള്ള ആളുകൾക്കുമൊക്കെയുള്ള ധ്രുവീകരണത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. അത് ആർക്ക് അനുകൂലമായി തീരും എന്നുള്ളത് ഓരോരോ സ്ഥാനാർത്ഥി നേടുന്ന വോട്ട് മാത്രമല്ല, സ്ഥാനാർത്ഥിക്കെതിരായിട്ട് രേഖപ്പെടുത്തുന്ന വോട്ടുകളും ഇതിൻ്റെ അകത്ത് നിർണായകമായി മാറുന്നുണ്ട്. അങ്ങനെയാണ് നമ്മൾ അൻവർ എന്ന് പറയുന്ന സ്ഥാനാർത്ഥി എങ്ങനെ എത്രമാത്രം വോട്ട് പിടിക്കും എന്നുള്ള അന്വേഷണത്തിലേക്ക് പോകുന്നത്. ആ വോട്ട് സ്വാഭാവികമായിട്ടും ആരിൽ നിന്നെല്ലാം പോകുന്നു എന്ന് ഒരു അന്വേഷണം നടത്തുന്നു. എന്നിട്ട് ആളുകൾ തീരുമാനിക്കുകയാണ് ഇവിടെ ഷൗക്കത്ത് ജയിക്കും അല്ലെങ്കിൽ സ്വരാജ് ജയിക്കും. BJPയെ പരിഗണനയ്ക്ക് എടുക്കുന്നില്ല, അൻവറിനെയും അങ്ങനെ ഗുരുതരമായിട്ടുള്ള രീതിയിലുള്ള ഒരു പരിഗണനയ്ക്ക് എടുക്കുന്നില്ല. അൻവർ ജയിക്കും എന്ന് അൻവറിൻ്റെ അനുയായികളല്ലാതെ മറ്റാരും പറയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയാണ് തിരഞ്ഞെടുപ്പിൻ്റെ പൊതുവായിട്ടുള്ള സ്ഥിതി നിലനിൽക്കുന്നതെങ്കിൽ പോലും ഇപ്പോൾ ഇന്നലത്തെയും ഒക്കെ പ്രധാനപ്പെട്ട പ്രചരണം എന്ന് പറയുന്നത് ഈ കുട്ടിയുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ടാണ്. വളരെ ദാരുണമായ നിർഭാഗ്യകരമായിട്ടുള്ളൊരു സംഭവമാണ്. നമ്മളുടെ വീട്ടിലൊരു കുട്ടിക്ക് അത് അനുഭവപ്പെടുമ്പോഴാണ് നമുക്കതിൻ്റെ വേദന മനസ്സിലാവുന്നത്. ആ വേദന അല്ല ഇവിടെ രാഷ്ട്രീയക്കാർ ഏറ്റെടുക്കുന്നത്. രാഷ്ട്രീയക്കാർക്ക് അതെങ്ങനെ ഈ ശവം വെച്ച് എങ്ങനെയാണ് വലിയ തരത്തിൽ പർച്ചേസിങ് നടത്തുക, വോട്ട് പർച്ചേസിങ് നടത്തുക എന്നുള്ള ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല എല്ലാവരും അതാണ് ചെയ്യുന്നത്. അതൊന്നും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് എന്ന അഭിപ്രായക്കാരൻ ഞാൻ. അതിൻ്റെ രീതിക്ക് വിടുകയും അതിലുണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ പരിശോധിക്കുകയും കുറ്റക്കാരായിട്ടുള്ള ആളുകൾ, അതായത് സർക്കാരിനെ അറിയിക്കാതെ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ബോർഡിനെ അറിയിക്കാതെ അവിടെ ലൈൻ വലിച്ച് കെണിയുണ്ടാക്കി ആ കെണിയിൽ പന്നി വീഴുന്നതിന് പകരം മനുഷ്യൻ വീണു എന്ന വാർത്തയാണല്ലോ നമ്മൾ വരുന്നത്. അതിന് മനുഷ്യനെ കൊല്ലാനായിട്ടുള്ള കെണി വെക്കാനായിട്ടുള്ള അവകാശം ഇവർക്ക് ആർക്കാണ് കൊടുത്തിരിക്കുന്നത് എന്ന നിലയിൽ പരിഗണിച്ച് അവരെ ഇനി സർക്കാരിൻ്റെ അനുമതിയോട് കൂടിയാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ കൂടിയും അതിന് പാലിക്കേണ്ട ചില കാര്യങ്ങളില്ലേ, പാലിക്കേണ്ട ഒരു കൃത്യമായിട്ടുള്ള ഒരു സുരക്ഷ ഒരുക്കിക്കൊണ്ടായിരിക്കണമല്ലോ ചെയ്യേണ്ടത്. അല്ല, എന്ത് ചെയ്യുമ്പോഴും അതിൻ്റേതായിട്ടുള്ള നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ, ചട്ടങ്ങൾ ഇതെല്ലാം പാലിക്കപ്പെടുകയും അതേപോലെ മനുഷ്യൻ്റെ സുരക്ഷ എന്ന് പറയുന്നത് ഒന്നാമതായിട്ട് ഉറപ്പുവരുത്തുകയും ചെയ്യണം. അതിലൊക്കെ വീഴ്ച എന്ന് പറഞ്ഞാൽ വീഴ്ച വരുത്തിയ ആളുകൾക്കെതിരെ നടപടിയെടുക്കണം, അവരെ ശിക്ഷിക്കണം. അതല്ലാതെ ഇത് രാഷ്ട്രീയ വിഷയമാക്കി മാറ്റി കോലാഹലം സൃഷ്ടിക്കുകയല്ല ചെയ്യേണ്ടത് എല്ലാവരും. അപ്പോൾ ശശീന്ദ്രനാണ് അതിന് തുടക്കക്കാരൻ എന്നുള്ളതിൻ്റെ പേരിലാണ് മുഖ്യമന്ത്രി പോലും പറഞ്ഞത് ഇത് പ്രതിപക്ഷത്തിന് ആയുധം കൊടുത്ത കളിയായി പോയി മോനെ എന്ന് പറയാൻ കാരണം അതാണ്. അപ്പോൾ ആ വിഷയങ്ങൾ യഥാർത്ഥത്തിൽ ഇന്ന് നാളെയൊക്കെ കഴിഞ്ഞ് അതങ്ങ് ഇല്ലാതാവും എന്ന് നമുക്കറിയാം. പക്ഷേ നിലമ്പൂരിലെ അടിസ്ഥാനപരമായ പ്രശ്നം പ്രിയൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്. എന്താണ്? മൃഗങ്ങളാൽ ആക്രമിക്കപ്പെട്ട് മനുഷ്യൻ മരിക്കണോ അല്ലെങ്കിൽ ആ മൃഗങ്ങൾക്ക് വെച്ച കെണിയിൽപ്പെട്ട് മനുഷ്യൻ മരിക്കണോ? മനുഷ്യൻ എന്തായാലും മരിക്കണം എന്ന് പറയുന്ന ഒരു ഡിലമ അവൻ്റെ മുന്നിൽ യഥാർത്ഥത്തിൽ വന്നിരിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെയൊക്കെ പറയും എന്താണ്, ഈ വലിയ തരത്തിൽ ഡിലമകളിൽ എത്തിപ്പെടുന്ന ആളുകൾ ചെകുത്താനും കടലിനും ഇടക്ക് വെട്ടതുപോലെ എന്നൊക്കെ ഉള്ള പ്രയോഗങ്ങൾ പഴയകാലത്തുണ്ടായിരുന്ന. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ കാത്തിരിക്കുന്ന മരണം മാത്രമാണ് എന്ന് നിലമ്പൂർ വാസികളോട് പറയുന്നൊരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചോദിക്കും എങ്ങനെയാണ് ഈ മൃഗങ്ങൾ അതായത് പശ്ചിമഘട്ടം താർന്നു പലതരത്തിലും, പാറ പൊട്ടിക്കലും
മണ്ണിടിച്ചിലും പലതുമായിട്ട് പശ്ചിമഘട്ടത്തെ കുറേശ്ശെ ഇഞ്ചിഞ്ചായി ഇടിച്ച് നിരത്തിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. പശ്ചിമഘട്ടം എന്ന് പറയുന്നതാണ് കേരളത്തിൻ്റെ ഭൂപ്രകൃതിയെ സംരക്ഷിച്ച് നിർത്തുന്നത്. കേരളത്തിൻ്റെ ആവാസ വ്യവസ്ഥയുടെ അടിത്തറ എന്ന് പറയുന്നത് പശ്ചിമഘട്ടമാണ്. ആ പശ്ചിമഘട്ടത്തിൻ്റെ പ്രകൃതിദത്തമായിട്ടുള്ള സംരക്ഷണത്തെ തകർത്ത് തരിപ്പണമാക്കുന്ന മനുഷ്യൻ്റെ ഇടപെടലുകളാണ്. മനുഷ്യൻ്റെ ആർത്തിമൂത്ത് അവൻ ഈ പശ്ചിമഘട്ടത്തെ മുഴുവനും കാർന്ന് തന്നെയാണ് ചെയ്യുന്നത്. എത്രയോ കോറികളാണ് അതിൻ്റെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്, എത്രയോ കുന്നുകളാണ് ഇടിച്ച് നിരത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ നാഷണൽ ഹൈവേ 66 പണിയുമ്പോൾ അതിൻ്റെ മുഴുവൻ മണ്ണുകളും എടുത്തുകൊണ്ട് വരുന്ന ഇവിടെ കുന്നുകളാണ്. ഒരു ദിവസം കാണുന്ന കുന്ന് 2 ദിവസം കഴിയുമ്പോൾ കാണില്ല. അതൊക്കെ ഇവരെന്ത് ചെയ്യും? തുരന്നു കൊണ്ടുപോയിട്ടുണ്ടായിരിക്കും. അങ്ങനെ തുരന്ന് ഇത് സർവനാശത്തിലെത്തിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതിനോടൊപ്പം നിലനിൽക്കുന്ന കാടിൻ്റെ വിസ്തൃതി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ആ കാടിനകത്ത് ജീവിക്കുന്നതായിട്ടുള്ള മൃഗങ്ങളുടെ എണ്ണം പെരുകിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. 2 പ്രശ്നങ്ങളാണ്. ഒന്ന്, അവർക്ക് ജീവിക്കാനായിട്ടുള്ള ഇടം എന്ന് പറയുന്നത് ചുരുങ്ങുന്നു, അവരുടെ എണ്ണം എന്ന് പറയുന്നത് പെരുകുന്നു. ഇങ്ങനെ ഉള്ള ഈ ഒരു അവസ്ഥയിൽ എങ്ങനെയാണ് നമ്മുടെ നേച്ചറിനെ, നമ്മുടെ പ്രകൃതിയെ, നമ്മുടെ ആവാസ വ്യവസ്ഥയെ, നമ്മുടെ ഇക്കോസിസ്റ്റത്തെ നിലനിർത്താൻ കഴിയുക? അതിൻ്റെ ഒരു അതിജീവന സാധ്യത, സർവൈവൽ എങ്ങനെ സാധ്യമാവും? അതന്വേഷിക്കാൻ ആർക്കും നേരമില്ല. അതിന് പകരമായിട്ട് തെക്ക് വടക്ക് നടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോരടിച്ച് യഥാർത്ഥ പ്രശ്നം പരിഹരിക്കുന്നതിൽ നിന്ന് രാഷ്ട്രീയ നേതാക്കളും രാഷ്ട്രീയ നേതൃത്വവും സമ്പൂർണ്ണമായിട്ട് മാറി നിൽക്കുകയാണ് ചെയ്യുന്നത്. മൃഗങ്ങളുടെ പ്രശ്നം എത്ര കാലമായി? എല്ലാ ദിവസവും നമ്മൾ പത്രം വായിക്കുമ്പോൾ ആന ചവിട്ടിക്കൊന്നു, പുലി പിടിച്ചുകൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞ് വാർത്ത കേൾക്കുകയാണ് ചെയ്യുന്നത്. ഈ പുലിയും അതേപോലെ തന്നെ ആനയും മറ്റ് തരത്തിലുള്ള മൃഗങ്ങളുമൊക്കെ കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് ഇറങ്ങുകയാണ് ചെയ്യുന്നത്. അതിന് കാടിന് ആവശ്യമായിട്ടുള്ള സ്ഥലം അവർക്കില്ല. അവർക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണവും കാട്ടിൽ നിന്ന് ലഭിക്കുന്നില്ല. അപ്പോൾ ഒരു നാട്ടിലേക്ക് ഇറങ്ങും, നാട്ടുകാരെ പിടിക്കും, നാട്ടുകാർ മരിക്കും. അങ്ങനെയാണ് മൃഗത്തിൻ്റെ അക്രമത്തിൻ്റെ ഫലമായിട്ട് മനുഷ്യൻ മരിക്കുന്ന സ്ഥിതി വരുന്നത്. അപ്പോൾ എന്ത് ചെയ്യും? ആ മൃഗങ്ങളെ തടയാൻ മനുഷ്യൻ തന്നെ കെണി വെക്കും. അവസാനം ആ കെണിയിൽ അവൻ തന്നെ വിടും. ഇങ്ങനെ നിലമ്പൂർ അല്ലെങ്കിൽ കേരളത്തിലെ ഈ പശ്ചിമഘട്ടവുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങളിൽ താമസിക്കുന്ന മുഴുവൻ മനുഷ്യർക്കും ഈ ഒരു ദുരന്താവസ്ഥയാണ് അവരുടെ മുന്നിൽ നിലനിൽക്കുന്നത്. ഈ ഒരു ഡിലമയിൽ നിന്ന് അവർക്ക് രക്ഷപ്പെട്ടു പോകാനായിട്ട് പറ്റുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഒന്നിലേക്ക് കടൽ തിന്നും, അല്ലെങ്കിൽ ചെകുത്താൻ തിന്നും. അങ്ങനെയാണ് കടലിനും ചെകുത്താനും ഇടക്ക് എന്ന് പറയുന്ന പ്രയോഗം തന്നെ രൂപപ്പെടുന്നത്. രക്ഷയില്ല മനുഷ്യനെന്നാണ്. മൃഗം കൊല്ലുകയോ മൃഗത്തെ കൊല്ലാൻ വെക്കൊണ്ട് കെണി കൊല്ലുകയോ ചെയ്യുന്ന തരത്തിലേക്ക് മനുഷ്യനെത്തപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇതൊരു പക്ഷേ ഈ ഇലക്ഷനിൽ ശക്തമായ ഒരു പ്രശ്നമായി ഉയർന്നു വന്നില്ല എങ്കിൽ തന്നെ ഇനി വരുന്ന ഇലക്ഷനിലേക്ക് ഇതൊരു വലിയ പ്രശ്നമായിട്ട് വരാൻ സാധ്യത വളരെ കൂടുതലാണ്. മലയോര പ്രദേശത്തുള്ള മനുഷ്യൻ്റെ ഒരു പ്രശ്നം യഥാർത്ഥത്തിൽ ഇത് തന്നെയാണ്. ഇപ്പം നിലമ്പൂരിൽ അവിടെ നമുക്ക് നേരത്തെ അതിൻ്റെ ഒരു കണക്കുകളൊക്കെ ഉണ്ടല്ലോ. അവിടെ താമസിക്കുന്നതായിട്ടുള്ള മനുഷ്യർ, അതിൽ കുടിയേറ്റക്കാരായിട്ടുള്ള ആളുകൾ ഏതാണ്ട് 12% വരുന്നതായിട്ടുള്ള ക്രിസ്ത്യൻ സമുദായം എന്ന് പറയുന്ന കുടിയേറ്റ സമൂഹമായിട്ട് അവിടെ എത്തപ്പെട്ടവർ. അതിനോടൊപ്പം ഹിന്ദുക്കളും അതേപോലെ തന്നെ മുസ്ലിങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ പ്രൊജക്റ്റഡ് ആയിട്ടുള്ളത് ഇവരാണ്. അവരുടെ ഒരു സ്ഥാനാർത്ഥി എന്ന നിലക്കാണ് BJP ഇപ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് ഒരാളെ കൊണ്ടുവന്നതിനകത്ത് വെച്ചിരിക്കുന്നത്. ഇതൊക്കെ നമ്മളുടെ സങ്കുചിതമായിട്ടുള്ള കാഴ്ചപ്പാടുകളാണ്. രാഷ്ട്രീയമായിട്ട് ഇതിനെ കാണുന്ന തരത്തിൽ നിന്ന് മാറി അതിനെ എങ്ങനെ വർഗീയമായിട്ട് ഉപയോഗിക്കാനായിട്ട് കഴിയും എന്ന അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് പലതരം സ്ഥാനാർത്ഥികളിങ്ങനെ പ്രത്യക്ഷപ്പെടുന്നത് എന്നുള്ളതും പ്രശ്നമാണ്. രാഷ്ട്രീയമായി വരുമ്പോൾ പിന്നെ അവൻ്റെ മതം പ്രശ്നമല്ല. രാഷ്ട്രീയത്തിന് പകരമായിട്ട് അവൻ്റെ മതവും അവൻ്റെ വർഗീയതയും ഒക്കെ ഉപയോഗിച്ച് ഇലക്ഷൻ വിജയിക്കണം എന്ന് ആഗ്രഹിക്കുമ്പോഴാണ് ശരിയായ പ്രശ്നങ്ങളിൽ നിന്ന് സമ്പൂർണ്ണമായിട്ട് ഇലക്ഷനും ബന്ധപ്പെട്ടതായിട്ടുള്ള പ്രചരണങ്ങൾ അകന്നു നിൽക്കുന്നു. ഇവിടുത്തെ ഈ മൃഗശല്യം എന്ന് പറയുന്നത് അവിടുത്തെ മാത്രം പ്രശ്നമല്ല. അത് കേരളത്തിൻ്റെ ഈ മലയോര പ്രദേശങ്ങളിൽ പല സ്ഥലങ്ങളിൽ ഇത് വളരെ രൂക്ഷമാണ്. അതിന് പരിഹാരം കാണാൻ എന്താണ് മാർഗം? ഇപ്പോൾ പ്രിയൻ പറഞ്ഞു അവരെയൊക്കെ ഈ മൃഗങ്ങളൊക്കെ വെടിവെച്ച് കൊല്ലിട്ട്. മൃഗങ്ങളെ വെടിവെച്ച് കൊല്ലാനായിട്ട് മേനക ഗാന്ധിയുടെ കാലത്ത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള കേന്ദ്ര നിയമം അനുവദിക്കുന്നില്ല. മൃഗങ്ങൾ മാത്രമല്ല, നമുക്ക് നാട്ടിലടക്കാൻ പറ്റാത്ത തരത്തിൽ നാട് മുഴുവനും പേപ്പട്ടിക്കൂട്ടം നിറഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. പുറത്തിറങ്ങുന്ന ഭയപ്പെട്ടിട്ടാണ്. കുട്ടികളൊക്കെ ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികളുടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളും കടിച്ചുകൊണ്ട് പോകും. പ്രസവിച്ച് കിടക്കുന്ന മുറിയിൽ നിന്ന് പ്രസവിച്ച് കിടക്കുന്നതായിട്ടുള്ള ശിശുക്കളെ തന്നെ പട്ടികൾ വലിച്ചുകൊണ്ട് പോകുന്ന തരത്തിലേക്ക് രൂക്ഷവും ഭീകരമായിട്ടുള്ള രീതിയിലേക്ക് നമ്മളുടെ അന്തരീക്ഷം മാറിയിട്ടുണ്ട്. ഈ പട്ടികൾ എന്ന് പറയുന്നത് തന്നെ കേരളത്തെ തിന്നു തീർക്കാൻ പറ്റുന്ന തരത്തിൽ, കടിച്ചു തീർക്കാൻ പറ്റുന്ന തരത്തിൽ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ ഈ പേപ്പട്ടി വിഷം എന്ന് പറയുന്നത് അതുപോലും ഫലപ്രദമായിട്ടുള്ള രീതിയിൽ വിജയിക്കുന്നില്ലെന്ന് പറയുന്ന വാർത്തകൾ വരുന്നു. അല്ലേ, പ്രതിരോധത്തിന് അത് കുത്തിവെച്ചിട്ട് പോലും ഫലപ്രദമാകുന്നില്ല. സമയം കഴിഞ്ഞതിന് ശേഷം പിന്നെ കുത്തിവെച്ചിട്ട് കാര്യമില്ല.
അപ്പോൾ അങ്ങനെ വളരെ രൂക്ഷമായ ഒരു പരിതസ്ഥിതിയിലാണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ ജനങ്ങൾ ജീവിക്കുന്നത്. ആ യഥാർത്ഥ പ്രശ്നങ്ങളിലേക്ക് തിരിയാൻ നമ്മൾ ഈ രാഷ്ട്രീയ ചെണ്ടകൊട്ടുകൾ അവസാനിപ്പിച്ച് നമുക്കെന്ന് കഴിയും എന്നത് ഇന്ന് നമ്മൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ ഒരു പ്രതിസന്ധിയും പ്രശ്നവുമാണ് എന്നെനിക്ക് തോന്നുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.